Samina mina, waka waka, hey. Samina mina sangelwa. When is this Masibuye? This is Africa. ഇത് വെറും 12 വയസ്സുകാരൻ ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ യുവർ റെക്കോർഡ് 42 സൂചി കൊടുത്തല്ലേ? 2 മിനിറ്റിൽ വെറും 2 മിനിറ്റിൽ സ്കേറ്റ് ചെയ്ത് പാട്ട് പാടി. ഭജനത്തെ നടക്ക് ഡോല് താശി നടക്ക് ഭണ്ഡാര ജിടക്ക് മല്ലഹാരി. ജോസൂട്ടിയാണ് ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ. ഇത് ഞാൻ എന്റെ കണ്ണില് നിറച്ചിടും കണ്ണടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ തുണി വെച്ച് കണ്ണ് കെട്ടിയിട്ട് ഇവിടെ വയ്ക്കുന്ന ആരെങ്കിലും തരുന്ന കറൻസി നോട്ട് ഏതാണെന്ന് അതിന്റെ സീരിയൽ നമ്പറും പറയും. നമസ്കാരം, ABC മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലെ വാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിന്ന് വന്നിരിക്കുന്നതേ 12 വയസ്സുള്ള ജോസൂട്ടിനെ പരിചയപ്പെടാനാണ്. ഇത് 12 വയസ്സെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് 12 വയസ്സിൽ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ അന്യായം തന്നെയാണ്. കാരണം ഇതാണ് ജോസൂട്ടി. ജോസൂട്ടി നമസ്കാരം. നമസ്കാരം. സുഖം. ഇതൊക്കെ അനിയത്തി. അനിയത്തിയുടെ പേരെന്നാ? ജോസഫൈൻ. നിന്റെ പേരെന്നാ? ജോർദാൻ. അപ്പോൾ 3 ഇങ്ങനെ ഇരിക്കുന്നതല്ല, 3 കില്ലാടികളാണ്. 2 വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ, അതായത് ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ 7ഓളം റെക്കോർഡുള്ള മിടുക്കനാണ്. അതായത് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു രോമാഞ്ചം വരിക. മിടുക്കനാണ് എൻ്റെ കൂടെ ഉള്ള ഈ ജോസൂട്ടി. അപ്പോൾ ജോസൂട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ ജോസൂട്ടി 2 ഗിന്നസ് റെക്കോർഡുള്ള ആളല്ലേ? എന്തൊക്കെ സംഭവത്തിന് ഗിന്നസ് റെക്കോർഡ് നിനക്ക് കിട്ടിയത്? കണ്ണ് കെട്ടിയിട്ട് 10 സർജിക്കൽ മാസ്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനും കണ്ണ് കെട്ടിയിട്ട് 10 ഫ്രൂട്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിനും. പിന്നെ എന്തൊക്കെയാണ് ജോസൂട്ടി ചെയ്യുന്നത് ആക്ടിവിറ്റീസ്? ഞാൻ കണ്ണ് കെട്ടി സ്കേറ്റ് ചെയ്ത് പാട്ട് പാടി 2 മിനിറ്റിൽ സൂചിയെ നൂല് കോർക്കും. പിന്നെ കണ്ണ് കെട്ടിയിട്ട് ആളെ നിർത്തിയിട്ട് കത്തി കുത്തും. പിന്നെ മീൻസ് എങ്ങനെ കുത്തും? ഇങ്ങനെ പോയി കുത്തും. ആളെ ഇങ്ങനെ നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് സ്കേറ്റ് ചെയ്ത് ജഗ്ലിങ് ചെയ്യും, ബോളും റിങ്ങും ചെയ്യും. അതായത് ഇവിടെ നമുക്ക് നേരിട്ട് കണ്ണ് നോക്കിയിട്ട് പോലും സൂചി കയറ്റാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഇതുപോലെ കണ്ണ് കെട്ടി സ്കേറ്റ് ചെയ്ത് സൂചി കോർക്കുന്നത്. പാട്ടും പാടും. അതിൻ്റെ ഇടയ്ക്ക് പാട്ടുകൊണ്ട് ഇതിനിടയ്ക്ക് ഈ 2 കില്ലാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്യും. ഇവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്യും. കാരണം നമ്മൾ മാക്സിമം ഡിസ്റ്റർബ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ സമയത്ത്. അപ്പോൾ ജോസൂട്ടി നമുക്ക് കളത്തിലേക്ക് പോയാലോ? ഓക്കെ, റെഡിയല്ലേ? അപ്പം ജോസൂട്ടി എല്ലാം റെഡിയാണ്. ഇതാ ഇവിടെ കോർക്കാനുള്ള സൂചിയുണ്ട്. ഇവിടെ എന്ത് നൂലോടെ ഇവിടെ നൂല് റെഡിയായിട്ട് വെച്ചുണ്ട്. അപ്പം എന്താ 2, അതായത് ഒരു ബ്ലാക്ക് മാസ്കും ഉണ്ട്, അതുപോലെ ഒരു ബ്ലാക്ക് നല്ല തുണി. അതായത് ഒന്നും കാണുന്നില്ല കേട്ടോ, ഷുവറായിട്ട് 6 വെൽവെറ്റിൻ്റെ ലെയറാണ്. ഒന്നും കാണത്തില്ല കേട്ടോ, ഒരു വക ഇതിനകത്ത് കെട്ടിയാൽ കാണത്തില്ല. അപ്പം ഇത് ഞാൻ കെട്ടിത്തരട്ടെ? വെട്ടം വരികയില്ല. ഇത് ലൈറ്റൊക്കെ അടിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നാലും ഈ ചില പ്രേക്ഷകർക്ക് വേണ്ടി ഈ കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, അത് കാണാം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു വക കാണത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ വെൽവെറ്റിൻ്റെ ഒരു വക പോലും കാണുകയില്ല. കാരണം എന്ന് വെച്ചാൽ 6 വെൽവെറ്റും കൊണ്ടുള്ള കവർ ചെയ്തിട്ടുള്ള മാസ്കാണിത്. അപ്പോൾ കരിന്തോല് സംഘമായ പട്ടിക്കാട്ട് കൂത്തുകാട്ട് ബോർഡ് ഗ്രാമത്താളം 1 പോട്ട് നാട്ട് കൂത്തുകാട്ട് ചിലമ്പാട്ട ചുറ്റിക്കാട്ട് കാട്ട് 2 വെട്ടിക്കാട്ട് ജെല്ലിക്കട്ട് കാളയാട്ട കൂത്ത കൊമ്പിൽ കുത്തിക്കാട്ട് 4 കാല് 4 തോള് വിരട്ടി താളം മുറുക്കിക്കാട്ട് എൻ പാട്ട് കേക്ക് നാട്ട് 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 കൂത്തക്കാട്ട് നാട്ട് വേട്ട് കൂത്തക്കാട്ട്. സാധാരണ ജോസൂട്ടി ചെയ്യുമ്പോഴേ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും കരോക്കെ ഇട്ടാണ് പാടുന്നത്. അപ്പോൾ ഇന്ന് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്കില്ല. അതുകൊണ്ട് ഇത് വെറും 12 വയസ്സുകാരൻ ചെയ്ത ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ അൺബിലീവബിൾ. അപ്പം സാധാരണ URF റെക്കോർഡുള്ളത് 2 മിനിറ്റിൽ 42 സൂചി കോർത്താണ്. നമ്മുടെ സമയപരിധിയും സ്ഥലപരിധിയും കുറഞ്ഞ കാരണം നമ്മളിന്ന് ഒരു 20 എണ്ണം കാണും. ഒരു 20 സൂചിയാണ് ഇന്ന് കോർത്തിരിക്കുന്നത്. അപ്പോൾ URF റെക്കോർഡ് 42 സൂചി കോർത്തല്ലേ? 2 മിനിറ്റിൽ വെറും 2 മിനിറ്റിൽ സ്കേറ്റ് ചെയ്ത് പാട്ട് പാടി. അപ്പോൾ ജോസൂട്ടി അടുത്തായിട്ട് എന്താ ചെയ്യുന്നത്? അടുത്തായിട്ട് സ്കേറ്റ് ചെയ്ത് ബോൾ ജഗ്ൽ ചെയ്യാം, പാട്ട് പാടി. എല്ലാത്തിനും പാട്ടുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. Samina mina, waka waka, hey. Samina mina sangelwa. This time for Africa. Listen your God. This is our mano. You to do shine zone of line to do. People are racing their sensations. Zone of freedom is the moment of station.
Samina mina, waka waka, hey. Samina mina, sangilwa. This time for Africa. I'm biggie, boogie, biggie, mama. H to us. I say biggie, boogie, biggie, mama. H to us. I see mama, hey. Mama, hey. When is this? Say, Masi Booye. Cause this is Africa. അപ്പം ജോസൂട്ടി അടിപൊളി. അപ്പം ജോസൂട്ടി ബോൾ കൊണ്ടുള്ള ജഗ്ലിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഐറ്റം എന്താ? സ്കേറ്റ് ചെയ്ത് പാട്ട് പാടി റിങ് ജഗ്ലി. പാട്ട് എല്ലാത്തിലും ഉണ്ടല്ലേ? പാട്ട് മെയിൻ ഐറ്റം ആണ് കേട്ടോ. പാട്ടില്ലാതെ ഓരോ ഐറ്റവും ഇല്ല. അപ്പം ഇപ്പം നമ്മൾ കണ്ടത് ബോൾ കൊണ്ടുള്ള ജഗ്ലിങ്, അടുത്ത റിങ് കൊണ്ടുള്ളത്. പതിനേഴത്തെ നടക്ക് ഡോല് താശ് നടക്ക് മണ്ടാരാ ജിടക്ക് ജിടക്ക് മല്ലഹാരി നടക്ക് ബടക്ക് സലി ചട്ടക്ക് മട്ടക്ക് സലി ദുശ്മൻ की देखो जो फाट लावली तिरे बड़ी चली है जाती चिंगारी छोटी चिंगारी बरी है मन की अलमारी आज अलमारी धड़क बड़क सली चटक वटक सली दुश्मन की देखो जो फाट लावली चका चौंदा अपनी बस तीरे सारी बस तीरे रबा डूब सार बस तीरे डूबे बस तीरे धड़क बड़क सली चटक वटक सली दुश्मन की देखो जो फाट लावली बजने ते धड़क डोल ताश धड़क भंडारा जिड़क मल्हारी. അപ്പോൾ നമ്മൾ ചേട്ടൻ ജോസൂട്ടിയെക്കുറിച്ച് ഇവിടെ വീഡിയോ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും അതിനേക്കാളും വലിയ പുലികളൊക്കെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ജോസൂട്ടിയുടെ അനിയത്തി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു, ജോസഫൈൻ. ഇത് എന്തിൻ്റെ റെക്കോർഡാ? ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്. അതായത് നമ്മുടെ ജോസഫൈന് കിട്ടിയ റെക്കോർഡെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ, അതുപോലെ പൊളിറ്റീഷ്യൻസ്, ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, ഇങ്ങനെയായിട്ടുള്ള പ്രമുഖ ആളുകളെ 1 മിനിറ്റിൽ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള റെക്കോർഡാണ് കിട്ടിയത്. അപ്പോൾ ആളെ ഞങ്ങൾ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചേട്ടൻ്റെ സാധനം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ജോസൂട്ടിയുടെ സാധനം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ആ സാധനം ഇപ്പം നമുക്ക് വേണ്ടിയും കൂടെ ജോസഫൈൻ കാണിച്ചു തരും. ജോസഫൈൻ റെഡി അല്ലേ? റെഡി. ഓക്കെ. അപ്പം പുലിയാണ്, വളർന്നു വരും ഉറപ്പാണ്. ചേട്ടനെ കടത്തി വിട്ടോ? ചേട്ടനെ പോലെ ഗിന്നസ് റെക്കോർഡൊക്കെ നേടുവോ? ചേട്ടനില്ലാത്തൊരു കഴിവുണ്ട് കേട്ടോ, അതിപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. എൻ്റെ പേര് എൽബിൻ, വാഴൂരാണ് സ്ഥലം. എൻ്റെ മോനാണ് ജോസൂട്ടി. 2 ഗിന്നസ് റെക്കോർഡാണ് ജോസൂട്ടിക്ക് നിലവിലുള്ളത്. അതായത് ഒന്ന് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് കണ്ണ് കെട്ടിയിട്ടും, ഒന്ന് ഫ്രൂട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. ഈ ഗിന്നസിലോട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം അതായത് 2-3 വർഷം മുമ്പ് ജോസൂട്ടി കണ്ണ് കെട്ടിയിട്ട് 2 മിനിറ്റിൽ പാട്ട് പാടി സ്കേറ്റ് ചെയ്ത് സൂചി നൂലിൽ കോർക്കുമായിരുന്നു. അപ്പം അതിന് URF എന്ന് പറഞ്ഞൊരു വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു. അപ്പം ആ ഒരു റെക്കോർഡാണ് നമുക്ക് ഈ ഗിന്നസിലോട്ട് വരാനുള്ളൊരു പ്രേരണയായത്. അപ്പോൾ ആ റെക്കോർഡ് കിട്ടി. അത് കഴിഞ്ഞ് ഒരു പീരുമേട് സ്വദേശിയുണ്ട്, ഗിന്നസ് സുനിൽ ജോസഫ് സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാറിനെ കണ്ടുമുട്ടുകയാണ് പ്രധാനമായിട്ടും ഈ ഗിന്നസിലോട്ട് വരാനുള്ള പ്രധാന ഘടകം. അപ്പോൾ സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരു റെക്കോർഡ് ഇറ്റലിക്കാരനെ ബ്രേക്ക് ചെയ്തതും, ഒരു റെക്കോർഡ് ജർമ്മൻകാരനെ ബ്രേക്ക് ചെയ്തതുമാണ്. അപ്പോൾ ഇപ്പം നിലവിൽ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ഗിന്നസ് റെക്കോർഡുകാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വേറെ കുറേ കുട്ടികളുണ്ട്, പക്ഷേ അതെല്ലാം കിഡ്സ് കാറ്റഗറിയിലാണ്. അല്ലാതെ ഇപ്പോൾ ഏജ് ഉള്ള ആളുകളുടെ കാറ്റഗറിയിൽ വരുമ്പോൾ ജോസൂട്ടിയാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡറെന്ന് ഉള്ളത്. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം എന്ന് പറഞ്ഞൊരു പുരസ്കാരവും കൂടെ ജോസൂട്ടി ഈ വർഷം കിട്ടിയിട്ടുണ്ട്. ജോസൂട്ടിക്ക് ചെറിയ നാളുകൾ മുതൽ ഇവൻ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമായിരുന്നു ആദ്യം മുതൽ. അതായത് ഇപ്പം ജോസഫൈൻ ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ അവൻ ചെറുപ്പത്തിൽ ഇവൻ ചെയ്യുമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ പല കാര്യങ്ങളും എൻ്റെ ഒരു താല്പര്യം അവൻ കാണിച്ചു. അപ്പം അങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും അന്വേഷിച്ചു. പിന്നെ ഈ സുനിൽ സാറിൻ്റെയൊക്കെ ഒരുപാട് ഹെൽപ്പുണ്ട്, പിന്നെ ഒരു കിഷോർ സാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഹെൽപ്പുണ്ട്. അപ്പം അത് വെച്ച് നമ്മളിങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ഇങ്ങനെ ഒരു ലെവലിലോട്ട് എത്തുക. അപ്പം ഈ 2 ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘടനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്? സർക്കാരിൻ്റെ ആനുകൂല്യം നിലവിൽ ഇവർക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇല്ല, കാരണം 10 വർഷം ഇല്ല, ഒരു സഹായം ലഭിച്ചിട്ടില്ല. കാരണം 10 വർഷമായിട്ടുള്ള ഒരു സംഘടനയാണിത്. പിന്നെ ഞങ്ങളുടെ MLAയും ചീഫ് വിപ്പ് ജയരാജ് സാർ ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചായിരുന്നു. അപ്പം പക്ഷേ അതിന് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ആനുകൂല്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് വേറെ സ്പോർട്സ് മന്ത്രിക്ക് ഈയിടെ ജോസൂട്ടി തന്നെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അബ്ദുറഹ്മാൻ സാറിന്.
അപ്പം അവർ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ ഇരിക്കുകയാണ്. വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് എങ്ങനെ ഇതിന് പുറകെ നിന്നാണ് ഇതിങ്ങനൊരു സംഭവത്തിലോട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. എൻ്റെ കൊച്ചുമകനാണ് ജോസൂട്ടി. ജോസൂട്ടിക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ അവൻ്റെ ഫാദറാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതിനുള്ള കഴിവ് അവനുണ്ട്. ചെറുപ്പം തൊട്ടേ അവൻ ഓരോ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തി ഇങ്ങനിപ്പോൾ ഗിന്നസിൽ കയറി 2 ഗിന്നസ് റെക്കോർഡ് കിട്ടി. അപ്പോൾ അടുത്ത ഐറ്റമാണ് നമ്മുടെ ജോസൂട്ടിയുടെ മെയിൻ ഐറ്റം. അതായത് ജോസൂട്ടിനെ പറയും. ജോസൂട്ടി എന്താണ് ഇതാ ഇത് കണ്ടോ, നല്ല അടിപൊളി ഉപ്പാണ് കേട്ടോ. അപ്പം ജോസൂട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാ പിടി, നീ ടേസ്റ്റ് ചെയ്തില്ല എന്ന് വേണ്ട. ഒറിജിനൽ ഉപ്പ് തന്നെയാണ്. അപ്പം ജോസൂട്ടി ഇത് വെച്ച് എന്താ കാണിക്കാൻ പോകുന്നത്? ജോസൂട്ടി തന്നെ പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ കണ്ണിൽ നിറച്ചിടും. നിറച്ചിടും കണ്ണടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ തുണി വെച്ച് കണ്ണ് കെട്ടിയിട്ട് ഇവിടെ വയ്ക്കുന്ന ആരെങ്കിലും തരുന്ന കറൻസി നോട്ട് ഏതാണെന്ന് അതിൻ്റെ സീരിയൽ നമ്പരും പറയും. ഓക്കെ. അപ്പോൾ ഈ കറൻസി നോട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കാരണം ഞാൻ കൊണ്ടുവന്ന എൻ്റെ നോട്ട് വെച്ചിട്ടായിരിക്കും പറയുന്നത്. അത് ജോസൂട്ടി കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. റെഡിയല്ലേ? റെഡിയാ. ഓക്കെ. ഓക്കെ. അപ്പോൾ ജോസൂട്ടി റെഡിയാണോ? അപ്പോൾ ജോസൂട്ടി റെഡിയാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് എടുക്കുകയാണ്, കറൻസി എടുക്കുകയാണ്. ഡോളേഴ്സാണ്. $2 നമ്മുടെ സംഭവമാണ്. അപ്പോൾ കൊടുക്കാം. ജോസൂട്ടി റെഡിയാണോ? 500 rupees നോട്ട്. ശരിയല്ലേ? 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 അതെ ശരിയാണ്. സീരിയൽ നമ്പർ പറയട്ടെ. സീരിയൽ നമ്പർ പറയാൻ പോവാണേ. 3KV 71 62 31. ശരിയാണോ എന്ന് പറയട്ടെ. ശരിയാണ്. സത്യം പറയാലോ, ഇതിനകത്ത് ഒരു ഫേക്കായിട്ടുള്ള ഒരു സംഭവമില്ല, ഒറിജിനലാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ അകത്ത് ഉപ്പിട്ടിരിക്കുകയാണ്. ഈ നോട്ട് ഇത് നമ്മൾ കൊണ്ടുവന്ന നോട്ടാണ്. കാരണം ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. കൃത്യം നമ്പറാണ്, കൃത്യം അതിൻ്റെ നമ്പറെല്ലാം കൃത്യമാണ് പറഞ്ഞത്. നോക്കി ഇപ്പം നമ്മുടെ നമ്പർ പറഞ്ഞെല്ലാം കറക്റ്റാണ്, സീരിയൽ നമ്പർ പറഞ്ഞെല്ലാം കറക്റ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ കഴിവെന്ന് പറഞ്ഞാൽ അന്യായ കഴിവ്. എടുത്തോ. $1 ആണോ? അതെ അതെ. സീരിയൽ നമ്പർ പറയട്ടെ. പറഞ്ഞോ. F6 ഇതിനകത്ത് കൂടുതൽ നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കൂടുതൽ നമ്പറുണ്ട്. പറയാൻ പറ്റുമോ? നോക്കട്ടെ. F61 0057 250. കറക്റ്റാ. രക്ഷയില്ല. കറക്റ്റ് നമ്പറാണ്. സീരിയൽ നമ്പർ F6 1005072550. കറക്റ്റാണ്. $. അമേരിക്കയുടെ $1. അടുത്ത നോട്ട് നമുക്ക് കൊടുത്തു നോക്കാം. ഇതിപ്പോൾ ചേട്ടൻ്റെ മേടിച്ചാണ്. 20 rupees നോട്ട്. അതെ ശരിയല്ലേ? സീരിയൽ നമ്പർ പറയട്ടെ. പറഞ്ഞോ. 08 236589. ശരിയല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. തോറ്റുപോയി, നമ്മൾ തോറ്റുപോയി. അകത്ത് കണ്ണിൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ടിരിക്കുകയാണ്. ഉപ്പിട്ടിട്ടാണ് നമ്മൾ കണ്ണ് കെട്ടിയിരിക്കുന്നത്. ഒരു ഇതുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നോട്ടുകളെല്ലാം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്തതാണ്. ഈ 2 നോട്ട് നമ്മൾ ഡോളറും പൗണ്ടും നമ്മൾ കൊണ്ടുവന്നതാണ്. അതുകൂടാതെ ഇപ്പം ഇവിടെ അടുത്ത ചേട്ടനിൽ നിന്ന് മേടിച്ച നോട്ടുകളാണ് നമ്മുടെ കയ്യിലുള്ളത്.
ഒരു രക്ഷയില്ലാത്ത കഴിവ് കേട്ടോ. ഇത് നമിച്ചേ പറ്റുള്ളൂ. ഊരിപ്പിക്കാം. അപ്പം ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം തന്നെ ഊരിപ്പിക്കാം. അപ്പം നമിച്ചിട്ട് ഉപ്പ് കാണിക്കാൻ അത് കാണിക്കാം. നീ വെറുതെ കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഞങ്ങളൊന്നും പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമിച്ചേ പറ്റത്തുള്ളൂ. ഇത് നമിക്കേണ്ട കഴിവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഓക്കെ, അഴിച്ചു, പയ്യെ അഴിച്ചു. എനിക്ക് എടാ അജിനെ നോക്കൂ. കളഞ്ഞോ. അന്യായ കഴിവ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കഴിവ് കാണുന്നത്. നമ്മൾ എന്തിനും സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ മറ്റേ ചിട്ടിയൊക്കെ ചെയ്യുന്ന പോലെ എങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കഴിവ് എങ്ങനെ സംഭവിച്ചത്? ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ്? എന്നാൽ ഇതിനൊരു സീക്രട്ട് കാണുമല്ലോ. ഇതെങ്ങനെ പ്രാക്ടീസ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കഴിവാണ് ജോസൂട്ടി നമിച്ചിരിക്കുന്നു. അപ്പോൾ വേറൊരു സംഭവം നമ്മൾ പറയാൻ വിട്ടുപോയി. ജോസൂട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വാഴൂർ. അപ്പം എല്ലാവർക്കും എല്ലാം ഇനി അടിപൊളിയായിട്ട്, ഇനിയും അടിപൊളി റെക്കോർഡുകൾ, ഇനി മുന്നോട്ടുള്ള ഗിന്നസ് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഇനിയും റെക്കോർഡുകളൊക്കെ നേടണം. പുതിയ ഐറ്റങ്ങളൊക്കെ ഇനി വരാനുണ്ടോ? ഉണ്ട്. അപ്പം എന്തായാലും ജോസൂട്ടിക്ക് ABC-യുടെ ഞങ്ങളുടെയും വക എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇനിയും ഞങ്ങൾ അടുത്ത തവണ പുതിയ റെക്കോർഡൊക്കെ നേടുമ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത തവണ ഇൻ്റർവ്യൂ ചെയ്യാൻ വരും. അപ്പോൾ ഉറപ്പായിട്ടും കൂടുതൽ ഇഷ്ടം പോലെ ഗിന്നസ് റെക്കോർഡൊക്കെ നേടിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.